കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ തന്നെ. ഇതാ, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യും. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ് നമ്മളിവിടെ ഇസ്രായേലിനെ പറ്റി പരാമർശിച്ച് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടവരുന്നത്, അല്ലേ? ശ്രദ്ധിച്ച്, ഇവിടെ പറയുന്ന ഒരു സംബോധനയുണ്ട്, പുഴുവായ യാക്കോബേ, അല്ലേ? സ്തോത്രം. ഇസ്രായേൽ പരീക്ഷയെ. അപ്പം പുഴുവായ യാക്കോബ്, പുഴുവിന് എന്താ ചെയ്യാൻ പറ്റുന്നത്, അല്ലേ? അതിന് ചെയ്യുന്ന, ഇപ്പോൾ പുഴു ചെയ്യുന്ന പ്രവൃത്തി എന്തെന്ന് നമുക്കൊന്ന് നിരീക്ഷിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ കുഞ്ഞ് ഇലകൾ, അല്ലേ, ചെടിയുടെ രൂപത്തിൽ ചെടിയിലൊക്കെ ഉള്ള ഇലകളെ കുറേ നാളുകളെടുത്ത് തിന്നുകളയാനല്ലാതെ ഈ പുഴുവിനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല, അല്ലേ? അപ്പോൾ യാക്കോബ് ഇല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് അവർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ അക്ഷീണരാണ്, അല്ലേ? ഞങ്ങൾ സ്തോത്രം ക്ഷീണം ഉള്ളവരാണ്, ബലമില്ലാത്തവരാണ്, ശക്തിയില്ലാത്തവരാണ്, രാജ്യം കൊണ്ട് ഞങ്ങൾ ചെറുതാണ്, ബലം കൊണ്ട് ബലം ഞങ്ങൾക്ക് കുറവാണ്. ഇങ്ങനെ ദേശത്തെ സമൂഹത്തെയൊക്കെ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇസ്രായേൽ പറയും, ഞങ്ങൾ സ്തോത്രം പുഴുവാണ്. എന്നാൽ ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ പുഴുവാണെങ്കിലും ഞാൻ നിങ്ങളെ സഹായിക്കും, ഞാൻ നിങ്ങളെ വിടുവിക്കും. ആ പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. 14-ാം വാക്യത്തിൽ, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. അടുത്ത്, നിന്റെ വീണ്ടെടുപ്പുകാരൻ ആരാണ്? ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ തന്നെ. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, നമ്മളെ വീണ്ടെടുത്തിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ കരമല്ല, ഒരു മനുഷ്യൻ്റെ ചിന്തയല്ല. നമ്മൾ വീണ്ടെടുത്തിരിക്കുന്നത് ഒരു ദൈവത്തിൻ്റെ കരമെന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയവുമില്ല. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ പിറകിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ പിറകിൽ, നമ്മുടെ അനുഗ്രഹങ്ങളുടെ പിറകിൽ ചലിക്കുന്ന ഒരു കരമുണ്ട്. അതാണ് സർവശക്തൻ്റെ കരം. അപ്പോൾ പുഴുവായ യാക്കോബിനോട് ബന്ധപ്പെട്ട് പറയുന്നു, നിങ്ങൾ ഇനി പുഴുവല്ല, പകരം ഞാൻ നിങ്ങളെ പല്ലേറിയതും മൂർച്ചയേറിയതുമായ മെതിവണ്ടിയാക്കി മാറ്റും. എന്തിനാണ്? പർവ്വതങ്ങളെ, സ്തോത്രം, ഹല്ലേലൂയ, മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതിർപോലെ പാറ്റുകയും ചെയ്യും. അപ്പം പുഴുവായിരുന്ന നമ്മെ മെതിവണ്ടിയാക്കി മാറ്റുന്ന ഒരു ദൈവകരം, അല്ലേ? എന്താ മെതിവണ്ടിയായി മാറുമ്പോൾ സംഭവിക്കുന്നത്? പർവ്വതങ്ങൾ നമ്മുടെ മുമ്പിൽ തകരും, കുന്നുകൾ നമ്മുടെ മുമ്പിൽ തകരപ്പെടും. ഇനി ആ കുന്നുപോലുള്ള ഇല്ലെങ്കിൽ പർവ്വതം പോലുള്ള പ്രശ്നങ്ങൾക്ക് മുൻപിൽ പകച്ചു നിൽക്കാനല്ല, പകരം അതിനെതിരെ പ്രവർത്തിക്കുന്ന, ഇല്ലെങ്കിൽ അതിനെ മെതിക്കുന്ന, അതിനെ പൊടിക്കുന്ന, അതിനെ നശിപ്പിക്കുന്ന ഒരു മെതിവണ്ടിയാക്കി നമ്മളെ തീർക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ദേശത്തിനാണ് സ്തോത്രം. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായിരിക്കാൻ സ്വർഗ്ഗമിടവരുത്തും. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.